മ്യൂസിയത്തിൻ്റെ അടുത്താണ്. കണ്ടാ ദർശു ഇങ്ങോട്ടാണ് വഴി പോകുന്നത്. മക്കൾ ഇങ്ങനെ പിടിച്ചോ, നമുക്ക് അകത്തോട്ട് കയറി പോകും. പിടിച്ചു ഇങ്ങനെ പിടിച്ചു. വെരി ഗുഡ്. വെരി ഗുഡ്. ഓ ഇതാണ് പാർക്കിംഗ്. അപ്പുറത്ത് ഇത് ഒരു വീട് പോലെയാണല്ലോ തോന്നുന്നത്. ഇതാണോ അപ്പൂപ്പ? അപ്പോൾ ഇവിടെ നിന്ന് അടുത്താണ് ശിലാ മ്യൂസിയം. അപ്പോൾ ഇവിടെ വന്ന് ശിലാ മ്യൂസിയത്തിൻ്റെ പാർക്കിംഗ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മൾ കാറൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടു. എന്നിട്ട് നമ്മളിവിടെ നിന്ന് കുറച്ച് അടുത്ത് നടന്ന് പോയാൽ മതി. നമ്മൾ നടന്ന് അങ്ങോട്ട് പോവുകയാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ടല്ലേ. മുകളുവിള പുത്തൻ വീടിൻ്റെ ആണ് നല്ല സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് ശിലാ മ്യൂസിയം. അടൂരാണ് സ്ഥലം. ഇതിൽ തന്നെ ഞാൻ ലൊക്കേഷനും ഇതെല്ലാം ഞാൻ ഇവിടെ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ലല്ലേ? അതിലേ പോകണം. ഇതിലേ പോകണം. ദർശുമനെ കിണർ കണ്ടോ? ചക്ക കണ്ടോ? അതെ, ഇതെല്ലാം ചെയ്തുണ്ടാക്കി. ഉണ്ടാക്കി എല്ലാം ഉണ്ടാക്കിയത്. നമ്മുടെ പ്രൊജക്ടർ അതെ അതെ അതെ. ഇത് മറ്റേ പണ്ടത്തെ പ്രസ്. ഇതാണ് അക്ഷരങ്ങൾ. ഇങ്ങനെയാണ് അക്ഷരങ്ങൾ നിരത്തുന്നത്. പണ്ട് ഫിലിം വരുന്ന പെട്ടിയായിരുന്നു. ഇതായിരിക്കുന്നത് കേട്ടോ. അതെഷ്ടു ഫിലിം പെട്ടി. മറ്റേ ഫിലിമിൻ്റെ ഇത് പറഞ്ഞാണ്. ഓടുമ്പോൾ ഇത് മഷിയാണ്. ഇത് ഈ ഡിസ്കേൽ ഇതിങ്ങനെ ഒന്ന് വരണം. ഇതിങ്ങനെ കറക്കുമ്പോൾ ഇത് എൻ്റെ ബ്രേക്ക് ലീവർ. ഞാൻ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പേപ്പർ വെക്കും. പേപ്പർ വെച്ചിട്ട് ഇത് അങ്ങോട്ട് ചെന്നിട്ട് അതേ പതിഞ്ഞിട്ട് തിരിച്ചു വരും. അപ്പോൾ അത് ഒരു തവണ അതേ കറങ്ങും. മഷി വെള്ളം കേരളത്തിലെ ആദ്യത്തെ പബ്ലിഷറാണ്. അതേപോലെ തന്നെ വേണ്ട ഈ ഫിലിം റൊട്ടേറ്റ് ദർശനം കൂടെ തന്നെ കറക്കുന്നത്. ഫിലിം റോൾ ചെയ്യണുണ്ടോ? പണ്ടത്തെ ഒന്നും അതല്ല. ഫിലിം കറക്കരുത് ഒന്നും. കാരണം ഇതാണ് മറ്റേ ഇത് പ്രൊജക്ടർ. അത് ഫിലിം കറക്കണത്. കാരണം ഈ ഇതിലുള്ള ഫിലിം ഫുള്ളായിട്ട് അപ്പുറത്തേക്ക് വരും. അതേപോലെ അപ്പുറത്തുള്ള ഫിലിമെല്ലാം ഇപ്പുറത്തോട്ട് വരും. അതിന് വേണ്ടിയാണ്. ഇതാണ് മറ്റേ പണ്ടത്തെ ഫിലിമൊക്കെ കൊണ്ടുവരുന്നില്ലേ? ഫിലിം കൊണ്ടുവരുന്ന പെട്ടി ഇതാണ്. കണ്ട ഫിലിം റോൾ ചെയ്യുന്ന സാധനമുണ്ട്. കേട്ടോ? അയ്യോ നോ 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 അങ്ങനെയൊന്നും ചെയ്ത്. ഇതാണ് മറ്റേ പ്രൊജക്ടർ. പൂച്ചക്കുട്ടി ഉണ്ട്. പൂച്ചക്കുട്ടി പ്രൊജക്ടറൊക്കെ ഉണ്ട്. പോകുമ്പോൾ മേളോട്ട്. ഇത് ഫോട്ടോ ഫോൺ എന്ന് പറഞ്ഞതിൻ്റെയാണ്. 35mm പ്രൊജക്ടറാണ് കേട്ടോ. കേട്ടോ പൂച്ച ഇവിടെ ഉണ്ട്. ഉള്ളു. ഇതിൻ്റെ ലെൻസ് ഫോട്ടോ ഫോണിൻ്റെയാണ്. 35mm പ്രൊജക്ടർ. മെയ്ഡ് ഇൻ ഇന്ത്യ ബൈ ഫോട്ടോ ഫോൺ. ബോംബെ ആണ് ലൊക്കേഷൻ. അതിൻ്റെ സീരിയൽ നമ്പറെല്ലാം ഇതിലുണ്ട്. ഇതിലാണ് ഫുള്ളായിട്ട് ഫിലിമൊക്കെ ഇതിൻ്റെ അകത്താണുള്ളത്. ഓക്കെ ഇതിൻ്റെ ഇതെല്ലാം ലെൻസും നമ്മുടെ കോന്നിയിലെ കോന്നിയിലെ അവിടുത്തെ തിയേറ്ററിലുള്ള പ്രൊജക്ടറും ഇതേ ടൈപ്പാണ്. പക്ഷേ വേറെ മോഡൽ എന്നാണുള്ളൂ. അപ്പോൾ എങ്ങനെയല്ല നമുക്കിത് കണ്ടിട്ട് നേരെ നമ്മൾ മേലോട്ട് പോകാം. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് മേളിലോട്ടാണ് നമ്മൾ കാണാനുള്ളത്.
അപ്പം അങ്ങനെ നമുക്ക് മേളിലോട്ട് തന്നെ പോകാം കാണാൻ വേണ്ടി. ഫുള്ള് ചെടികളൊക്കെയാണ് ഉണ്ട്. കടുക്ക നമ്മൾ ഇന്ന് വന്ന വ്യക്തിയുടെ വീട് ഏതെന്നറിയാമോ? ഇദ്ദേഹമാണ്. പുള്ളിക്കാരൻ ഇവിടെ ഇല്ലയെന്നാണ് തോന്നുന്നത്. അപ്പം അങ്ങനെ നമുക്കൊരു കാര്യം മേളിൽ പോയി എല്ലാം ഒന്ന് കാണാം. എനിക്കിവിടെ വന്നിട്ട് പുള്ളിയെ ഒന്ന് കാണണമെന്നൊക്കെ വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ എപ്പോഴൊന്ന് പുള്ളിയുടെ യൂട്യൂബ് വഴി തന്നെ ഞാൻ വന്ന് പുള്ളിയുടെ ഫുള്ളായിട്ടുള്ള ആ മെഡിസിൻ റിലേറ്റഡും പഴയകാല സാധനത്തിനെ കുറിച്ചെല്ലാം നമ്മൾ നോക്കാറുണ്ട്, അതെല്ലാം കാണാറുണ്ട്. കണ്ടില്ലേ, ഇതെല്ലാം പണ്ടത്തേത്. ഫുള്ള് ഇത് ചെടികളും മരുന്നുകളൊക്കെ ഉള്ള ഇതൊക്കെയാണ് കൊണ്ട് നിറഞ്ഞാണ് നിൽക്കുന്നത്. മ്യൂസിയത്തോട്ട് പോകണമെങ്കിൽ അടൂരിനടുത്താണ്, കുറച്ചടുത്താണ്. ഇതെല്ലാം മരുന്നിൻ്റെ കായകളാണ്, എല്ലാ മരുന്നുകളാണ് ഇവിടെ. അപ്പോൾ അടൂരിനടുത്താണ്. നമ്മുടെ റിലേറ്റീവിൻ്റെ വീട്ടിൽ വന്നപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇവിടെ ഉള്ളത്. ഇതുവഴി കൂടെയൊക്കെ കയറി തന്നെ വരണം. ഫുള്ള് മരുന്നിൻ്റെ ചെടികളൊക്കെയാണ്. ഇവിടെ ഇരിക്കാനുള്ള ഇതെല്ലാം ഒരു സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ല, ഇതിൽ കണ്ടില്ലേ, വേരില ചെയ്തേക്കുന്നതാണ് ഫുള്ള. വേറെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് പോയൊക്കെയാണ് പരിപാടിയുണ്ട്. ഓക്കെ. ഞാൻ വിചാരിച്ചു വയനാട്ടിലോട്ട് എങ്ങനെ പോയെന്നായിരിക്കും. അവിടെ മിക്കാറും പോകുമല്ലോ. 41 ധാന്യങ്ങളുടെ മുളപ്പിച്ച് പൊടിച്ച ഹെൽത്ത് മിക്സ്. ശിലാ മ്യൂസിയം അടൂർ. ഫോൺ നമ്പർ ഇതാണ് 7034 533 542.